എൻ്റെ മുട്ട എവിടെ? ചോദ്യം ഒരു അങ്കനവാടി ബാലകൻ്റെതാണ്. ശംഖു എന്നു പേരുള്ള അങ്കനവാടിയിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി, പിഞ്ചു ബാലൻ എന്ന് തന്നെ പറയാം. ആ ചോദ്യം ആ കുട്ടി ഉന്നയിച്ചിരിക്കുന്നത് തുടർഭരണം നേടി 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. 9ാം വാർഷികം, രണ്ടാം സർക്കാരിൻ്റെ 4ാം വാർഷികം എന്നാണ് ഔദ്യോഗികമായി പറയുന്നതെങ്കിലും പിണറായി സർക്കാരിൻ്റെ 9ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉത്തരം പറയണം, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം പറയണം. എവിടെ ശംഖുവിൻ്റെ മുട്ട? ശംഖുവിൻ്റെ മുട്ട തൃശങ്കുവിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഉത്തരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ശംഖു മുട്ട ആവശ്യപ്പെട്ടതിൻ്റെ 1ാം വാർഷികം. മുട്ടയല്ല ശംഖു വാസ്തവത്തിൽ ആവശ്യപ്പെട്ടത്. എനിക്ക് ഈ ഉപ്പുമാവൊന്നും വേണ്ട, ഞങ്ങൾക്ക് അതിന് പകരം ബിരിയാണിയും കോഴി പൊരിച്ചതും. മലബാറിൽ നിന്നുള്ള കുട്ടിയാണ്. അപ്പോൾ അതാണ് കുട്ടി കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആഹാരം വേണമെന്നാണ് ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ട് 1 വർഷമായി. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക ഇതിന് വേണ്ടിയിട്ട്. കാരണം ചുറ്റും ഇതിൻ്റെ പരിമളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കരയുന്ന കുഞ്ഞിനും പാലില്ല. കരയുന്ന കുഞ്ഞിന് പാലില്ലെന്ന് തെളിയിച്ചില്ല. ആശമാർക്ക് ആശയില്ലല്ലോ, ഇപ്പോൾ നിരാശയല്ലേ ഉള്ളൂ. അത് തെളിയിച്ചു കഴിഞ്ഞു. 1ാം വാർഷികത്തിൽ ഇങ്ങനെ പലതും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 1ാം വാർഷികം കഴിക്കുമ്പോൾ ശംഖുവിൻ്റെ ഈ ഡിമാൻഡിൻ്റെയും ഒരു വാർഷികം 1ാം വാർഷികം കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ അന്ന് വീണ ജോർജ് പറഞ്ഞു കൊടുക്കും, ശംഖുവിൻ്റെ കാര്യം ഞങ്ങൾ പരിഗണിക്കും. ഇത് വായ്ത്താരി മാത്രമായിട്ട് അങ്ങ് അവശേഷിച്ചു. പതിവ് പോലെ അങ്ങനെയാണ് സംഭവിച്ചത്. കയ്യടി കിട്ടാൻ വേണ്ടി വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയും, നിറവേറ്റാതിരിക്കുക. അതിൻ്റെ വാർഷികമാണോ ഈ ആഘോഷിക്കുന്ന മന്ത്രിസഭ? കാസർഗോട്ടിൽ നിന്ന് ആരംഭിക്കുകയാണ്. വലിയ പക്ഷെ മലബാറുകാരനായ ശംഖുവിനെ മറന്നു. വലിയ ആരവങ്ങളോടുകൂടി. എന്താണ് ഇത്ര ആഘോഷിക്കാനുള്ളത്? ഒരു ഗവൺമെൻറ് 9ാം വർഷം പൂർത്തിയാക്കിയതിൽ എന്താ ഇത്ര ആഘോഷിക്കാനുള്ളത്? കേരള കോൺഗ്രസിൻ്റെ ബലം കൊണ്ട് ഭരണം കിട്ടി. അത് വെച്ച് ആഘോഷിക്കാൻ എന്ത് ഭരണ നേട്ടങ്ങളായി ഇവർ കൈവച്ചിട്ടുള്ളത്? മരുന്ന് വാങ്ങിക്കാൻ കാശ് കൊടുക്കുന്നുണ്ടോ ആശാവർക്കർമാർക്ക്? ആശാവർക്കർമാർ പാവം അവർ ഫീൽഡിൽ ഇറങ്ങി വെയിലും മഴയും കൊണ്ട് കോവിഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് അവർ നടത്തിയ പ്രവർത്തനം കൊണ്ട് കോവിഡിൻ്റെ കാര്യത്തിൽ ഒരു 2ാം ഊഴം പിണറായി വിജയന് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഈ ആശാവർക്കർമാർ ചെയ്തിട്ടുള്ള സേവനം പാടേ മറന്നു. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇപ്പോൾ 60 ദിവസത്തോളം ഷഷ്ടിപൂർത്തി ആഘോഷിക്കുക അവരുടെ സമരത്തിൻ്റെ. കഷ്ടമുണ്ട്. നമ്മുടെ പഠിക്കൽ വന്നിട്ട് പിച്ചച്ചട്ടിയുമായിട്ട് നിൽക്കുന്നവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു തുക ഒരു 3000 രൂപ മാസം ഞങ്ങൾക്ക് കയറുക എന്ന് പറഞ്ഞാൽ 10 രൂപ വെച്ച് ദിവസം കൂട്ടിത്തരിക. 10 രൂപ, വെറും 10 രൂപയ്ക്ക് വേണ്ടിയുള്ളൊരു സമരം, പട്ടിണി സമരം പോലെ. അതുപോലും കൊടുക്കാൻ കാശില്ലെന്ന് ആ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഒരു ഗവൺമെൻറ്റിന്, അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന ഗവൺമെൻറ്റിനെ എങ്ങനെ ആഘോഷിക്കാൻ കഴിയും? ഇത് സത്യം പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൽപ്പെട്ട മന്ത്രിമാരെല്ലാം കൂടി നിരാഹാരം വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുന്നാണ് അത് ആഘോഷിക്കേണ്ടത്. അത്തരം ഒരവസ്ഥയാണ് ഇതുള്ളത്. വാസ്തവത്തിൽ ഈ കുടിശ്ശിക ആഘോഷിക്കലല്ലേ വാസ്തവത്തിൽ ചെയ്യേണ്ടത്? സർവത്ര കുടിശ്ശികയാണ്. കരാറുകാർക്ക് കുടിശ്ശിക, പെൻഷൻകാർക്ക് കുടിശ്ശിക, നമ്മുടെ ഈ ശമ്പളം പോലും മുടങ്ങും എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കാര്യങ്ങൾ. ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഈ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പിന്നെ നമ്മുടെ ഈ റോഡ് പണി വളരെ കാര്യമായിട്ട് പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ പലയിടത്തും അത് മുടങ്ങിക്കിടക്കുന്നു. അതിന് കാരണം കരാറുകാർക്ക് കുടിശ്ശിക, നികുതി പിരിവിൽ വലിയ കുടിശ്ശിക, നികുതി ആവശ്യത്തിന് കൃത്യമായിട്ട് പിരിച്ചെടുക്കേണ്ട നികുതി പിരിച്ചെടുക്കുന്നില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും പരാജയപ്പെട്ട ഒരു സർക്കാരാണ്. ശംഖുവിൻ്റെ ഈ മുട്ട അവരെന്തെങ്കിലും വില കൽപ്പിക്കുമോ അതിന്? ശംഖുവിൻ്റെ മുട്ട അതിന് മുകളിൽ അടയിരിക്കുകയാണ് ഗവൺമെൻറ്. ഇതുവരെ വിരിഞ്ഞിട്ടില്ല. സാധാരണ ഒരു ഇൻക്യുബേഷൻ പീരീഡൊക്കെ പലവട്ടം കഴിഞ്ഞു. ഇതുവരെ ശംഖുവിൻ്റെ മുട്ട വിരിഞ്ഞിട്ടില്ല, അടയിരിക്കുകയാണ്. അപ്പോൾ ചോദ്യാവകാശ പ്രകാരം ഒരു മാധ്യമ പ്രവർത്തകൻ കൊടുത്ത ചോദ്യത്തിന് കിട്ടിയ ഉത്തരം, ഞങ്ങൾ അത് പരിശോധിക്കുകയാണ്, ഞങ്ങളത് പരിശോധിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഒരു മുട്ട കൊടുക്കാൻ 1 വർഷം പരിശോധിച്ചു കൊണ്ടിരിക്കണം. എന്ത് കഴിവുകെട്ട ഒരു ഗവൺമെൻറ്റാണത്? അപ്പോൾ നിങ്ങൾ ഈ ആഘോഷിക്കുന്ന ഈ കഴിവുകേടിൻ്റെ 9 വർഷങ്ങളാണോ? സാർ ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, അങ്ങിപ്പോൾ പറഞ്ഞല്ലോ 1 വർഷമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആയമാരുണ്ട്. അവരുടെ ശമ്പളം ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. അത് തന്നെ വലിയ കുടിശ്ശികയാണ്. ഈ അരി വയ്ക്കുന്ന അരിയും ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്ന 2 പേരെ നിയോഗിക്കും അതിന്. അവരുടെ ശമ്പളം അതും വളരെ തുച്ഛമായ, അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ആശമാരുടെ കാര്യം പറഞ്ഞ പോലെയാണ്, വളരെ തുച്ഛമായ തുകയാണ്.
അതുപോലും കൊടുത്തിട്ടില്ല, അതുപോലും കുടിശ്ശികയില്ല. ഇനി ഞാൻ പറയാം, ആ. ഒരു ഹെലികോപ്റ്റർ വാങ്ങിച്ചു വെച്ചിരിക്കുക. കാസർഗോട്ടേക്ക് മുഖ്യമന്ത്രി പോയത് ഈ ഹെലികോപ്റ്ററിലൊന്നും അല്ല. അത് വെറുതെ വെച്ച് തുരുമ്പ് പിടിക്കുക, വാടകയും കൊടുത്തോണ്ടിരിക്കും. എത്രയാണ് മാസം? 90 ലക്ഷം രൂപ വാടക. അതെ, ഏതാണ്ട് 1 കോടി. അതെ, കറവയില്ലാത്ത പശുവിനെ വാങ്ങിച്ച് വളർത്തുന്ന പോലെയും അതുപോലെ തന്നെ വെള്ളാനയെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് പോലെയും ഒരു ഹെലികോപ്റ്ററും വാങ്ങിച്ച് വെച്ചിരിക്കുക ടൂറിന് വേണ്ടി. 40 വാഹനങ്ങളുടെ ആകുമ്പടിയോടുകൂടിയാണ് മുഖ്യമന്ത്രി കാസർഗോട്ടേക്ക് പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. പതിവ് പരിപാടി. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം നന്നാക്കാൻ 30 ലക്ഷം രൂപ. പശുത്തൊഴുത്ത് അത് ശരിയാക്കാൻ വേണ്ടി, പശുവിനോട് വിരോധമുള്ള ഒരു വിഭാഗമാണ് ഇവരെ, എന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടിയിട്ട് പണം. അതിനൊന്നും ഒരു കുറവുമില്ല. അപ്പം മുഖ്യമന്ത്രിയെയും കൂടെയും ഒരു ലിഫ്റ്റും വെച്ചു. അതെ, മുഖ്യമന്ത്രി നീന്തുന്ന ഒരാളാണ്, നീന്തൽ അറിയാവുന്ന ഒരാളാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെയും സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഭരണം. അതിൻ്റെ വാർഷികം ആഘോഷിക്കണമെങ്കിൽ ഈ കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിൽ കണ്ണൂരിൽ അത് ആഘോഷിക്കാവുന്നതേ ഉള്ളൂ. അവിടെ പരിമിതപ്പെടുത്തിയ ഈ യാത്ര വഴി സഞ്ചാര സ്വാതന്ത്ര്യം പാവപ്പെട്ടവർക്ക് സ്വതന്ത്രമായിട്ട് അനുഭവിക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇതെന്തിനാണ്? നിങ്ങളിപ്പോൾ ഒരു ഭരിക്കുന്ന മന്ത്രിസഭയാണെങ്കിൽ നിങ്ങൾക്ക് വാർഷികം ഇങ്ങനെ PR-ൻ്റെ സഹായത്തോടു കൂടി ആഘോഷിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ മനസ്സിൽ അതിൻ്റെ സദ്ഫലങ്ങളായിട്ടും ഗുണഫലങ്ങളായിട്ടും ആണത് അനുഭവപ്പെടുക. അവരുടെ യാതനകളും ബുദ്ധിമുട്ടുകളും ഒരു ചെറിയ തോതിലെങ്കിലും പരിഹരിക്കപ്പെട്ട, അതെ, ഞാൻ അവരതിനെ വലിയ രീതിയിൽ ആഘോഷിച്ചേനെ. ഇനി ഈ വലിയ കട്ടൗട്ടുകളും വെച്ച് മുഖ്യമന്ത്രി ഇനി പറയാനൊന്നുമില്ലാത്ത പോലെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കഴുകനാണ്, സൂര്യനാണ്, പിന്നെന്തൊക്കെയാണ്, കനലാണ്, എരിവാണ്, കാരണഭൂതനാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഇനിയും പുതിയ വാക്കുകളുമായിട്ട് വന്നിട്ട് കാര്യമുണ്ടോ? വാക്കുകളല്ല ജനങ്ങൾക്ക് വേണ്ട, പ്രവർത്തികളാണ്. അതാണ് വേണ്ടത്. ആശമാർ പോലും സെക്രട്ടേറിയറ്റിന് മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ 9ാം വാർഷികത്തിൻ്റെ ഈ ആഘോഷങ്ങളെ പരിഹസിക്കുകയാണത്. അതിന് നേർക്ക് വരുന്ന കൂരമ്പുകളാണിത്. അത് ഓർക്കണം. ശരിയാണ്, അതൊരു സുഘടിതമായിട്ടുള്ള സമരമല്ല, എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ളൊരു സമരമൊന്നുമല്ല. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലുള്ള ഒരു രാഷ്ട്രീയമുണ്ട് സാർ. അതെ, രാഷ്ട്രീയമുണ്ട്. പക്ഷേ ശരിയാണ്, അതൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ. പക്ഷെ അവർ പറയുന്ന കാര്യം ന്യായമല്ലേ സാർ? ന്യായമാണെന്ന് മാത്രമല്ല, ഈ പറയുന്ന ആശമാർ ഈ ഓണറേറിയവും ഇൻസെൻറ്റീവും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ ചെയ്യുന്ന സമരം ഏതാണ്ട് 3-4 വർഷം മുമ്പ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ എളമരം കരീം തന്നെ, ഈ CITUവിൻ്റെ നേതാവായ എളമരം കരീം തന്നെ ഒരു സബ്മിഷനിലൂടെ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്, ഉന്നയിച്ചതാണ് ഈ ഇവരുടെ ഇത് വർദ്ധിപ്പിക്കണം എന്ന്. അതെ, ആ എളമരം കരീമാണ് ഇന്ന് ഇവർക്കെതിരെ ഈ വലിയ തോതിൽ ഈ ഇവരെ ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഈ സമരത്തെ തകർക്കാൻ മുന്നിൽ നിൽക്കുന്നത്. അതാണ് ഇത്. വൈരുദ്ധ്യമാണ്. ഞാനൊരു സംഭവം പറയാം. അതായത് ഒരു വലിയ വീട്ടിൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷപാത്രവുമായിട്ട് ചെന്നു. അപ്പോൾ വീട്ടിലെ വേലക്കാരി പറഞ്ഞു, അല്ല മരുമകൾ പറഞ്ഞു, വീട്ടിൽ മരുമകളും അമ്മായിയമ്മ ഉണ്ട്. മരുമകൾ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല പോ. അപ്പോൾ അമ്മായിയമ്മ അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കൈയടിച്ച് ഭിക്ഷക്കാരനെയും വിളിച്ചു, ഇങ്ങോട്ട് വാ, അമ്മ വല്ലതും തരണം. അല്ല ഇവിടെ ഒന്നുമില്ല പോ. അല്ല ഇത് തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു. അത് മരുമോളല്ലേ, അവൾക്കല്ല അതിന് പറയാനുള്ള അവകാശം, എനിക്കാണ്. ഈ സമരം ചെയ്യാനുള്ള അവകാശം CITUവിനും ഇളമരം കരീമിനും മാത്രമേ ഉള്ളൂ. ഈ ആശാസമരത്തിൽ ഇരിക്കുന്നവർക്കതില്ല. അവർ പറയുന്നത് ന്യായമാണോ ശരി? ഞങ്ങൾ സമരം ചെയ്യേണ്ട കുത്തക ഞങ്ങൾക്കാണ്. ഞങ്ങൾ ചെയ്യുമ്പോഴാണ് സമരം ചെയ്ത് വല്ലതും വാങ്ങിത്തരും ചില്ലറ, നിങ്ങളത് വാങ്ങിച്ചാൽ മതി. നിങ്ങൾ സമരത്തിന് നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം ആണ്, അതിൻ്റെ ഒരു ആഘോഷമാണ് ഇപ്പോൾ ഈ 9ാം. അപ്പോൾ ശംഖുവിന് മുട്ട കിട്ടില്ലെന്ന് തീർച്ച. ശംഖുവിൻ്റെ മുട്ട ചീമുട്ടയായി പോയ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. 9ാം വാർഷികത്തിൻ്റെ ഒരു വർഷഫലത്തിൽ നമ്മൾ കാണുന്നത്. ഫലശ്രുതി അതാണ്.